ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ 8th മന്തിലോട്ട് കയറി. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോകേണ്ട ദിവസമാണ് കേട്ടോ. ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് 2ാമത്തെ തവണയാണ് കേട്ടോ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഇന്ന് സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നു, ചെക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും അമ്മയും ഗംഗമോളും ഉണ്ണേട്ടനും കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. വീട്ടിൽ നിന്ന് 40 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. നമ്മുടെ ചിറ്റൂരുള്ള കരുണ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇച്ചിരി ഉള്ളിലോട്ടായിരുന്നു കേട്ടോ. പക്ഷെ 2 തവണ പോയപ്പോഴത്തേക്കും പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. അങ്ങനെ ഇതേ ഹോസ്പിറ്റലിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇന്ന് സ്കാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്കാനിങ് ഉള്ള ദിവസമാണ് കേട്ടോ ബേബിയെ കാണാനുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്. ചെക്കപ്പ് ആണെങ്കിലും ഡോക്ടർ പറഞ്ഞു തരും കേട്ടോ ബേബിയുടെ പൊസിഷനും ബേബി എങ്ങനെയാണ് കിടക്കുന്നതെന്നൊക്കെ. അങ്ങനെ ഇതേ ഹോസ്പിറ്റലിൻ്റെ വാതിക്കലെത്തി കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് കയറി ടോക്കണൊക്കെ എടുത്തു. ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അന്ന്. അപ്പം ബ്ലഡ് കൊടുക്കാൻ വേണ്ടി പോകണം. എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അത് ശരിക്കും പേടിയെന്നല്ല പറയണ്ടേ, പക്ഷേ എന്തോ പോലെയാണ് എനിക്ക് ബ്ലഡ് എടുക്കാൻ എന്തോ ഒരു ഇതാണ്. പക്ഷേ ഇന്ന് ബ്ലഡ് എടുക്കലല്ലായിരുന്നു, ഇന്ന് ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമും ടെസ്റ്റ് ചെയ്യുന്ന ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ടൈമറൊക്കെ വെച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് ടൈമും ക്ലോട്ടിങ് ടൈമൊക്കെ അവർ നോക്കി കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് മേടിച്ച് ഡോക്ടറെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ BPയും വെയിറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഡോക്ടറെ കാണാൻ വേണ്ടി വിടുന്നത്. തിങ്കളാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങി കേട്ടോ. ജ്യൂസ് കുടിക്കാൻ വേണ്ടിയാണ് ക്യാൻറ്റീനിലോട്ട് വന്നത്. അപ്പോഴത്തേക്ക് ഉച്ച ആയതുകൊണ്ട് എന്നാൽ ഫുഡും കൂടെ കഴിച്ചിട്ട് പോകാമെന്നും കരുതി ക്യാൻറ്റീനിലോട്ട് കയറി കേട്ടോ. അവിടുത്തെ ക്യാൻറ്റീൻ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഫുഡും നല്ലതാണ് കേട്ടോ. അങ്ങനെ അതേ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ബിരിയാണിയും ഒരു മീൽസും പിന്നെ ചപ്പാത്തിയും പൊറോട്ടയായിരുന്നു കേട്ടോ പറഞ്ഞത്. നിങ്ങളിങ്ങനെയാണോ ഗായ്സ്? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ വയ്യാതെയായി കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് മയക്കത്തിലാണ്. ഞാനും ഒരാള് കണ്ണടച്ചൊക്കെ ഇരുന്ന് വണ്ടി ഓടിക്കുന്നുണ്ട്.
വീഡിയോ പിടിക്കുന്ന ആളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് സ്റ്റുഡിയോയിലേക്കായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ ഇപ്പോൾ പുതിയ പുതിയ മോഡൽ ചെരുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓരോ മിനി പ്രോഡക്ട്സ് ഒന്ന് കാണാൻ നല്ലതായിരുന്നു. സ്റ്റുഡിയോയിൽ ചുമ്മാ കയറിയതായിരുന്നു കേട്ടോ. പിന്നെ ഒരു ഉടുപ്പും എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുമ്പോഴത്തേക്ക് അമ്മ ദേ ചായയും ഏത്തക്കാപ്പും ഒക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോഴാണ് വെളിയിൽ നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു, മഴ വരാൻ പോവുമായിരുന്നു. ആ ടൈമിലുള്ള അന്തരീക്ഷം കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഹോസ്പിറ്റൽ ഡേ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.